മാറാടിയിലെ കള്ളുഷാപ്പ് പ്രശ്നം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് വിളിച്ച യോഗം ഉടമ ബഹിഷ്കരിച്ചു. സമരം ശക്തമാക്കി നാട്ടുകാർ. പഞ്ചായത്തിലെ 5-ാം വാർഡിൽ യാതൊരു സൂചനയും ഇല്ലാതെ അപ്രതീക്ഷിതമായി ഷാപ്പ് ആരംഭിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് നാട്ടുകാർ സമരം ആരംഭിച്ചിരിക്കുന്നത്. മാറാടിയിലെ ജനവാസ മേഖലയിൽ പുതുതായി ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പഞ്ചായത്ത് ഓഫീസിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ സമരസമിതി അംഗങ്ങളും ഷാപ്പുടമയും നിലപാടുകളിൽ കടുംപിടുത്തം തുടരുകയായിരുന്നു. ഷാപ്പ് തുറക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. ഇതോടെ ചർച്ച ബഹിഷ്കരിച്ച് ഉടമ ഇറങ്ങിപ്പോയി. നാട്ടുകാർ സമരം കൂടുതൽ ശക്തമാക്കുകയും ഷാപ്പിന്റെ ബോർഡും ബാനറുകളും നശിപ്പിക്കുകയും ചെയ്തു. യാതൊരു സൂചനയും നൽകാതെ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഷാപ്പ് തുറന്നത്. ബോർഡ് വെച്ച് വിൽപ്പന ആരംഭിച്ചപ്പോഴാണ് നാട്ടുകാർ വിവരം അറിഞ്ഞത്. ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഷാപ്പ് താൽക്കാലികമായി അടയ്ക്കേണ്ടി വന്നു. തുടർന്ന് നടന്ന ചർച്ച പരാജയപ്പെട്ടതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കിയത്. ജനവാസ മേഖലയിലാണ് ഷാപ്പ് ആരംഭിച്ചത്. ആരാധനാലയം സമീപത്തുണ്ട്. നാട്ടിലെ സ്വൈര്യജീവിതത്തിനും മദ്യഷാപ്പ് ഭീഷണിയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഷാപ്പ് തുറക്കാൻ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് പ്രദേശവാസികൾ. ഇത് പുതിയതായിട്ട് 15 കൊല്ലം ആയിട്ട് നിർത്തിപ്പോയ ഒരു സംഭവമാണ്. അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിച്ചേക്കണേ. അതിന് ഞങ്ങൾക്ക് ശരിക്കും പ്രതിഷേധമുണ്ട്. ഞങ്ങളത് ശരിക്കും അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുകയും ചെയ്യും. ഇന്ന് വരേക്കും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടുണ്ടാവുന്ന സംഭവമാണ്. ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ഒരു ചർച്ച ഉണ്ട്. കൂടാതെ സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളുണ്ട്. ഒരു 10-15 കുട്ടികളുള്ള വീടുകളുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അവർ ഈ ഷാപ്പിലേക്ക് നോക്കിക്കൊണ്ടാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു പുതിയൊരു വീട് വരുന്നുണ്ട്. അവിടെ 1 വയസ്സും 2-ലും 3-ലും പഠിക്കുന്ന പിള്ളേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ നാട്ടുകാർക്ക് ഈ ഷാപ്പിനെതിരെ പ്രതിഷേധമുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.